ഹായ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളും അടിപൊളിയായിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് രാവിലെ തന്നെ ഇതാ നമ്മുടെ നീർദോശയും ചെറുപയറിൻ്റെ കറിയാണ്. അപ്പോൾ അരിയൊക്കെ അരച്ച് വെച്ച് അപ്പോൾ ഇതാ ദോശ അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറുപയർ അപ്പുറത്തുനിന്ന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദോശ ചുടുമ്പോൾ ഉള്ള സൗണ്ട് കേൾക്കാൻ ഭയങ്കര രസമാണ്. അപ്പോൾ ഈ ദോശ ചുടുമ്പോൾ അതിനകത്തേക്ക് തേങ്ങയും ചെറിയുള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചെറുപയറുമായി അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്ത് ചെറുപയർ കറിയായി. അപ്പോൾ ഇത് കുറച്ച് കൂടുതലായിപ്പോയി കറി വെച്ചത്. ദോശയും കൂടുതലായിരുന്നു. ചില സമയത്തെല്ലാം അങ്ങനെയാണ്, ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറേ കൂടുതലായിരിക്കും. ഉച്ചക്ക് വരെ കഴിക്കാനുണ്ടാവും. അതിൻ്റെ ഇടയിൽ കരണ്ടും പോയി. സമയമില്ലാത്ത സമയത്ത് കരണ്ടും കൂടി പോകും. പക്ഷേ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ സ്കൂളിലേക്ക് വാവാച്ചിനെ കൊണ്ടുവിടാൻ പോവാന്ന്. അപ്പോൾ ബസ്സിൻ്റെ അടുത്തേക്ക് പോയി. ബസ്സൊക്കെ വന്ന് അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിലെത്തി. നല്ല കാറ്റുണ്ട്. ഇപ്പം മഴയില്ല, പക്ഷേ രാവിലെ മുതലേ നല്ല കാറ്റായിരിക്കും. അങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാൻ നേരെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലേക്കാണ്. അപ്പോൾ ഉച്ചക്ക് പിന്നെ ചോറൊന്നുമല്ല, അങ്ങനെ ചോറ് ഇവിടെ വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഗോതമ്പിനെ കൊണ്ടൊരു സംഭവമാണ് ഇത്. അമ്മ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ഇതിന് മുന്നേ ഒരു പ്രാവശ്യം ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ അമ്മ ഉണ്ടാക്കുന്നതിൻ്റെ അത്ര ടേസ്റ്റൊന്നുമില്ല, എന്നാലും ഒപ്പിക്കാം നമുക്ക്. അപ്പോൾ ഇതാ മറ്റേ ഗോതമ്പ് പൊടിയും തേങ്ങയും ചെറിയുള്ളിയും ജീരകമെല്ലാം ഒന്ന് ചതച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് കുറച്ച് ലൂസാക്കി കുഴച്ചെടുത്തിട്ട് നമ്മളെ ദോശ കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടേ. ശരിക്കും ഞാൻ രാവിലെ ചുട്ട ആ ദോശക്കല്ലില്ലേ, അതിനകത്ത് ചുടുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ ഞാൻ അതെടുത്തില്ല, ഞാൻ എളുപ്പപ്പണിക്ക് നോൺ സ്റ്റിക്ക് എടുത്ത്. അപ്പോൾ എനിക്ക് ഇതിങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് മടുപ്പ് വന്നി. ഇത് കുറേ സമയം നിന്നിട്ടാക്കണം ഇതുപോലെ ആക്കുമ്പം. അപ്പോൾ പിന്നെ ഞാനെന്ത് ചെയ്ത്, ആദ്യം ഇതുപോലെ കുഞ്ഞതാക്കിയിട്ടാക്കി. അതിനുശേഷം ഞാൻ കുറച്ച് മാവിനെ കുറച്ച് വലിയ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ വരത്തി ഒരു വലിയ ഇത് ചുട്ടെടുത്ത്. അതിനുശേഷം പിന്നെ ഞാനെന്ത് ചെയ്ത്, ഈ മാവിലേക്ക് വെള്ളം ഒഴിച്ച് ഇതിനെ കുറച്ച് ലൂസാക്കിയെടുത്ത്. ലൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ദോശേൻ്റെ അത്ര ലൂസല്ല, എന്നാലും ഒരു കുറച്ചൊരു ഇതിൽ ലൂസാക്കിയെടുത്ത്. എന്നിട്ട് എന്ത് ചെയ്ത്, ഇതുപോലെ അതിനെ ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി കൊടുത്ത്. അപ്പോൾ എന്താ നമുക്ക് റൗണ്ടായിട്ട് നല്ല വൃത്തിക്ക് റൗണ്ടായിട്ടില്ല ഇതന്നെ കിട്ടുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ എൻ്റെ റൗണ്ടൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഒരു സുഖമായിട്ട് തോന്നിയത് ഇതാണ്. പക്ഷേ ടേസ്റ്റിൽ പ്രശ്നമൊന്നുമില്ല, മാറ്റമൊന്നുമില്ല. നല്ല മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. കുറച്ച് നല്ലോണം നെയ്യെല്ലാം ആക്കി കൊടുത്താൽ മതി. മെയിനായിട്ട് ഞാൻ ഈ ഒരു അപ്പം ഉണ്ടാക്കാൻ കാര്യം, തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കറി ഞാൻ വേറെ ഉണ്ടാക്കണ്ടല്ലോ. ഈ ഒരു സംഭവം മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ പണിയും ലാഭമായി. ഇത് ഉണക്കത്തിരണ്ടി തേങ്ങ അരച്ച് വെച്ചതാണ്. അപ്പോൾ നല്ല കോമ്പിനേഷനാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാ കുറേ പാത്രം കഴുകി വെക്കാനുണ്ടായിരുന്നു. ഫുഡ് ഉണ്ടാക്കുന്നതൊന്നും അല്ലല്ലോ പ്രശ്നം, അതിന് ശേഷമുള്ള ഈ ഒരു കഴുകി വെക്കലാണ് ഭയങ്കര പണി. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകി വെച്ച് എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ പിന്നെ കാണാനൊരു സമാധാനമാണ്. അടുക്കള കാണുമ്പോൾ വല്ലാത്തൊരു സുഖമാണ്. പിന്നെ അടുക്കളയിലൊന്നും ചെയ്യാൻ തോന്നില്ല. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റാക്കി. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.